എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില അതൊക്കെ ഗെയിമാണ്. അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു എൻ്റെ ചേട്ടന്മാരെ. ഇപ്പൊ ഗെയിമോ കാര്യങ്ങളൊന്നുമില്ല എനിക്ക്. പിന്നെ കുറേ കാര്യങ്ങളിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. നിങ്ങളെല്ലാവരും എനിക്ക് വേണം, ഓരോ പ്രേക്ഷകരും വേണം. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ചേട്ടൻ, എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകനും ഇപ്പോൾ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരൊക്കെ എൻ്റെ ഫോൺ വിളിച്ചിട്ട് മോനെ ഔട്ടായി പോയടാ, മോനെ എന്നൊരു കരയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ്. അല്ലാതെ വേറെ ഒന്നല്ലല്ലോ. നിങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം, അത് ഒരു 5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല. രതീഷ് കുമാർ ഹാപ്പിയാണ്, അതാണ്. ഓക്കെ, നമ്മള് അനുകരിക്കാൻ നോക്കിയതല്ല. ഞാൻ സാധാരണക്കാരനായി എനിക്ക് എന്ത് പ്ലാനിങ്, ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് 10 വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതം വേണോ, പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ. അപ്പൊ ഞാൻ എന്റെ പ്ലാനിങ് ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ബിഗ് ബോസ് എന്ന് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടായിരുന്നു, ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട്. അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത്, അല്ലേ? ആണോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ എന്നെ വിശ്വസിക്കുക. എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ്. സിനനിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ദേശായിട്ട് ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം, എന്നാലും എനിക്ക് തണ്ടയിൽ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു. ബിഗ് ബോസ് എനിക്ക് എല്ലാമാണ്. ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത്. ബിഗ് ബോസിനെ ഇപ്പോഴും ഞാൻ തൊഴുകയാണ്. ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ. ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിൽ മരണം വരെ മറക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലേ കൂട്ടാ, അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. അതൊന്നുമല്ലല്ലോ, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഗെയിമൊക്കെ ഞാൻ അവിടെ കളഞ്ഞു വന്നു. ഇപ്പൊ ഞാൻ ചൊറിയനാണോ? എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി, കോമാളിയുടെ അവാർഡ് കിട്ടി, തരികിടയുടെ അവാർഡ് കിട്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട് തൃശ്ശൂരാണ്, പൂകുന്നത്താണ്. നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പറയും രതീഷ അവൻ ഇങ്ങനെയല്ല എന്ന് പറയും. എന്ന് വെച്ച് ഞാൻ ഫേക്കാണെന്ന് നിങ്ങൾ പറയരുത്. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യല്ലേ. അതേപോലെ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരംഗണ്ടാക്കാൻ പറ്റിയെന്ന് ആൾക്കാർ എനിക്കറിയില്ല. ഞാൻ സാധാരണക്കാരായിട്ട് പോയതാ. ഇപ്പോഴും ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. ഞാൻ പഴം പിഴുങ്ങിയ പോലെ ഇരുന്ന എൻ്റെ വൈശാഖെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാം. നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം. ഇത്ര നേരം ഞാൻ സംസാരിച്ചു, പിന്നെ സംസാരിക്കാം. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചു. അതിന്റെ തെളിവാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്നത്. പലിശ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ, കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയും എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകരും എൻ്റെ കൂടെ നിൽക്കട്ടെ. ഗെയിം കളിച്ച് മതിയായിട്ടില്ലൂ. അവിടെ ഒരു ഫേക്ക് പ്രണയം തുടങ്ങിയായിരുന്നല്ലോ, അതൊന്ന് പൊളിക്കാൻ ആരാ പറഞ്ഞത് ഫേക്കാണെന്ന്? ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, വൈൽഡ് കാർഡ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് ഫേക്കാന്ന്? അത് പ്രണയം ആരാ പറഞ്ഞത്? പ്രണയമായിട്ട് തോന്നി. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇടാ നിങ്ങൾ അകലെ നിന്ന് കാണുമ്പോൾ എനിക്കും അത് തോന്നുന്നു. ഞാൻ പറഞ്ഞു കണ്ണുണ്ടായിരിക്കാം ചിലപ്പോൾ. അത് പ്രണയമാണോ അല്ലെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനസ്സിലായില്ലേ? അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രണയം. ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ മൈൻഡ് ഫുള്ള് ഗെയിമാണ്. സത്യം പറയാലോ, ഗെയിം കളിച്ചും മതിയായിട്ടില്ല. ഇപ്പോഴും എനിക്ക് ത്രില്ഡാണ് എനിക്ക് ഗെയിം കളിച്ചും മതിയായിട്ടില്ല. എന്നിൽ നിന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ബിഗ് ബോസ് മൊത്തമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റി. വെരി താങ്ക് യു. നിങ്ങൾക്ക് ഭയങ്കര സാധനങ്ങളോ എൻ്റെ വായന. താങ്ക് യു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതാ എന്റെ പാറപ്പനെ എടുക്കാൻ പറ്റുമോ? എന്നെ പാറപ്പനെ ഹിറ്റാക്കാൻ പറ്റുമോ? എന്റെ അച്ഛപ്പന്റെ പരീക്ഷയാണ്. അച്ഛപ്പന്റെ പരീക്ഷ എന്റെ വീട്ടിലാണ് കേട്ടോ. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ നോക്കൂ കേട്ടാ. ഇവരാണ് എന്റെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണുനീര് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരനാണ്. എന്റെ
ഹൃദയങ്ങളെ ഓർത്തപ്പോഴാണ് അറിയാതെ കണ്ണുനീരൊക്കെ വന്നിട്ടുള്ളത്. അത് അങ്ങനെയാണ് നമ്മുടെ ജീവിതം, അങ്ങനെയാണല്ലോ അല്ലേ? ഇയാളുടെ പേരെന്താ? മിഥുൻ. ഓക്കെ. ഇതാണ് അമ്മു. അവിടെ അമ്മു ചേച്ചി പറയാല്ലേ, അത് ഗിരിയേട്ടൻ. ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹിച്ച ആളാണ്. വേണ്ട പോണ്ട, ഗിരിയേട്ടാ വീട്ടിൽ നിന്നാവുള്ളൂ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. ഞാൻ അവിടെ എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, വിളിച്ചപ്പോഴാണ് ചോദിച്ചത് ഭക്ഷണം കിട്ടില്ലടാ മോനെ മതിടാ മോനെ, നീ ഇങ്ങനെ വാടാ, ഈ കുട്ടാ മതിടാ കുട്ടാണ്. അമ്മ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്.